പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയക്കെതിരെ UDF-ൽ അതൃപ്തി. മെറ്റീരിയൽ റൂം തുറക്കാൻ പോകുന്ന വിവരം അറിഞ്ഞിട്ടും ഫാത്തിമ നേതൃത്വത്തെ അറിയിച്ചില്ലെന്നാണ് ആരോപണം. ഫാത്തിമ പലപ്പോഴും ഏകപക്ഷീയമായ തീരുമാനമെടുക്കുന്നതായും വിമർശനം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ ഫാത്തിമ തെഹ്ലിയക്ക് വലിയ സ്വീകരണമാണ് കൊടുത്തത് UDF. പ്രത്യേകിച്ച് UDF-ൻ്റെ ഒരു തുറുപ്പ് ചീട്ട്, മുസ്ലിം ലീഗിൻ്റെ ഒരു തുറുപ്പ് ചീട്ട് എന്ന രീതിയിലൊക്കെയാണ് ഇവരെ അവതരിപ്പിച്ചത്. പ്രചരണ രംഗത്ത് വളരെ സജീവമായിരുന്നു. പക്ഷേ ഇപ്പോൾ തെഹ്ലിയക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് UDF നേതൃത്വം. അതിനുള്ള കാരണങ്ങൾ എന്താണ് അനഘ? അനിൽ നമ്പ്യാർ, ഇന്നലെയായിരുന്നു കോഴിക്കോട് വോട്ടിംഗ് മെഷീൻ അടക്കം സൂക്ഷിച്ചിരുന്ന റൂമിനോട് ചേർന്നുള്ള മെറ്റീരിയൽസ് സൂക്ഷിച്ചിരുന്ന മുറി തുറന്നു. അതായത് ആരെയും അറിയിക്കാതെ ഉദ്യോഗസ്ഥരെത്തി ഏകപക്ഷീയമായി തുറന്നു എന്നുള്ള ഗുരുതര ആരോപണവുമായി UDF അടക്കമുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നത്. ഈ സംഭവത്തിലാണ്, അതായത് കൃത്യമായി തന്നെ ഉദ്യോഗസ്ഥർ ഈ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയായിരുന്ന വനിതാ ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള ഫാത്തിമ തെഹ്ലിയെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. അതായത് മെറ്റീരിയൽ റൂം ഉദ്യോഗസ്ഥർ തുറക്കും, ഇത്ര സമയത്ത് തുറക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചിരുന്നു. ഈ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ഫാത്തിമ തെഹ്ലിയെയും ഭർത്താവും അവിടെ എത്തുകയും അതിനുശേഷം റൂം തുറന്നതിന് ശേഷം ഫാത്തിമ തെഹ്ലിയുടെ ഭർത്താവാണ് ഈ മുറിക്കുള്ളിലേക്ക് കയറുകയും ചെയ്തിരുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ആരെയും അറിയിക്കാതെ രഹസ്യമായാണ് ഉദ്യോഗസ്ഥർ ഈ സ്ട്രോങ് റൂം തുറക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഈ സമയത്താണ് സ്ഥലത്ത് ഫാത്തിമ തെഹ്ലിയെ കണ്ടത്. ഇതോടെയാണ് കാര്യങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായിട്ട് പോലും UDF നേതൃത്വത്തോട് ഫാത്തിമ തെഹ്ലിയ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പലപ്പോഴും ഫാത്തിമ തെഹ്ലിയ എടുക്കുന്ന തീരുമാനങ്ങൾ നേതൃത്വത്തെ അറിയിക്കാറില്ല, ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കാറുള്ളത് എന്നുള്ളതാണ് പാർട്ടിക്കകത്ത് UDF-നകത്ത് നിന്ന് തന്നെ നേതാക്കൾ പറയുന്നത്. മാത്രമല്ല, ഇന്നലെ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് UDF വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഫാത്തിമ തെഹ്ലിയെ അറിയിച്ചുകൊണ്ടാണ് ഈ സ്ട്രോങ് റൂം തുറന്നിരിക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ, അത് പുറത്തു വന്നതോടുകൂടി UDF-ന് ആകെ ഒരു അപമാനമാകുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് DCC നേതൃത്വം അടക്കം ഫാത്തിമ തെഹ്ലിയെ വിളിച്ചു വരുത്തി ശകാരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഫാത്തിമ തെഹ്ലിയക്കെതിരെ ഒരു വിഭാഗം നേതാക്കൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിരൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വനിതാ ലീഗ് നേതാവാണ്, അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു കാര്യം വരുമ്പോൾ ജില്ലാ നേതൃത്വത്തോട് കൃത്യമായി അറിയിക്കണം, പാർട്ടിയിലെ ഉന്നത നേതാക്കളോട് അറിയിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇത് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന, സ്വന്തം പോപ്പുലാരിറ്റിക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ഫാത്തിമ തെഹ്ലിയ മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് UDF-ലെ ഒരു വിഭാഗം നേതാക്കൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അനിൽ നമ്പ്യാർ. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു. UDF-ൽ അതൃപ്തി. കഴിഞ്ഞ ദിവസം മെറ്റീരിയൽ റൂം തുറക്കുന്ന വിവരം അറിഞ്ഞിട്ടും ഫാത്തിമ നേതൃത്വത്തെ അറിയിച്ചില്ല. ഫാത്തിമ പലപ്പോഴും ഒറ്റയ്ക്കാണ് തീരുമാനമെടുക്കുന്നത് എന്നാണ് വിമർശനം. അനഘയാണ് വിശദമായ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് നൽകിയത്.